ഇന്നിപ്പോ മൂപ്പര് കുറെ കാരണങ്ങൾ പ്രഖ്യാപിച്ചു. എന്താണ്? പെൻഷൻ 2000 രൂപയ്ക്കും, ആശമാർക്ക് 1000 രൂപ കൂട്ടും, പ്രൈമറി ടീച്ചർമാർക്ക് 1000 രൂപ കൂട്ടും. നമ്മുടെ കുറെ ആൾക്കാർക്ക് സന്തോഷം. അള്ളാന്റെ പഠിച്ചെന്നെ അടുത്ത മാസം മുതൽ പെൻഷൻ 2000. ഞാൻ ചോദിക്കട്ടെ, അന്തക്കേട് ഇനിയും കാണിച്ചുകൊണ്ടത് കേട്ടോ. അന്തക്കേട് ഇങ്ങനെ അധികാരത്തിൽ വരുമ്പോ ഇവിടെ പെട്രോളിന്റെ വില തരുന്നു. അപ്പൊ ചോദിക്കും, ഇത് മൂപ്പര് കൂട്ടിയതാണോ? മൂപ്പര് മാത്രം കൂട്ടിയതാണ്. പക്ഷെ മൂപ്പരും കൂട്ടിയിട്ടുണ്ട്. 1 ലിറ്റർ പെട്രോൾ നിങ്ങൾ പുൽപ്പറ്റ അങ്ങാടിയിലെ പമ്പെന്ന് അടിച്ചാല് മോദിക്ക് പോകുന്ന ടാക്സ് 19 രൂപ. പിണറായിക്ക് എത്ര പോകുന്ന അറിയാം നിങ്ങൾക്ക്? എത്ര പോകും? 26 രൂപ പോകും. അതാ പമ്പിൽ വരുമ്പോഴുള്ള ചെലവ് ഏതാണ്ട് 63 പൈസയുള്ളൂ 1 ലിറ്റർ പെട്രോളിനാണ്. അതുകൊണ്ട് 6-7 രൂപ അയച്ചിട്ട് ലാഭം ഉണ്ടായി. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കച്ചവടമല്ലേ? ബാക്കി 19 രൂപ മോഡിയുടെ ടാക്സ്, 26 രൂപ ഇയാളുടെ ടാക്സ്. അതിൽ 2 രൂപ ഇയാൾ കഴിഞ്ഞ കൊല്ലം കൂട്ടിയത്. എന്തിനാ കൂട്ടിയത്? പെൻഷൻ മുടങ്ങാതെ എന്നിട്ട് കൊടുത്തോ? കൊടുത്തില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയപ്പോ പാതിരാവിൽ ഒരു ദിവസം സൂര്യൻ ഉദിച്ചപ്പോ പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്ങന്റെ മാടിക്കുത്തിയ മുണ്ടിന്റെ അടിയിലെ കാക്കി ട്രൗസർ പട്ടാൽപ്പകൽ വെളിച്ചത്തിൽ എന്ന പോലെ കേരളം കണ്ട് നാണം കെട്ടപ്പോ പുതിയ കുറെ സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇയാൾ ഇറങ്ങി പുറപ്പെടുക. ആശമാർക്ക് 1000 രൂപ കൂട്ടി. നിങ്ങൾ കണ്ടില്ലേ ഈ കഴിഞ്ഞ ദിവസം? ആ ആശമാര് തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോ കൂലി കൂട്ടി ചോദിച്ച് സമരം ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് നേരെ പിണറായി വിജയന്റെ പോലീസ് ജീപ്പ് വരെയാണ്. എന്നിട്ടോ ആ സ്ത്രീയുടെ കഴുത്തുഭാഗം വരെ ആ ജീപ്പ് കയറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാം. ഒന്നുകൂടി മുന്നോട്ടെടുത്താൽ അവരെ മുഖത്തിടിച്ച് വീഴ്ത്തും. എന്നിട്ട് 1000 രൂപ കൂട്ടി കൊടുത്തു. എന്ന് വെച്ചാൽ ഒരു ദിവസം 33 രൂപ. ഇന്നു മുതൽ കേരളത്തിൽ ആശമാർക്ക് ലഭിക്കുന്ന ശമ്പളം 300 രൂപയാണ് ഒരു ദിവസം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും 300 രൂപ കൊണ്ട് ഒരു ദിവസം? ഈ പാവങ്ങൾ ആ വാർഡ് മുഴുവൻ ഓടണം രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഒരു വാർഡിനകത്ത് 10 തൊട്ട് അങ്ങോട്ടും കിട്ടും കിടക്കണല്ലോ.